ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഹലോ മോളെ, വസുമതി ആന്റിയാ. ആ മനസ്സിലായി ആന്റി. എന്താ വിശേഷിച്ച്? ചുമ്മാ വിളിച്ചാണോ? അല്ല, ഞാനൊരു കാര്യം തിരക്കാൻ വേണ്ടി വിളിച്ചതാ. പ്രതിമോൻ അവിടെ ഇല്ലേ? ഇല്ല. എന്താ ആന്റി? അഷിമോള് ഇവിടെ വലിയ ടെൻഷനിലാ. പൃഥ്വിയെ വിളിച്ചിട്ട് എടുക്കുന്നില്ല എന്നൊക്കെ പറയുന്നേ. അയ്യോ, അതിന് ടെൻഷൻ ആവാനൊന്നുമില്ല. പൃഥ്വി എന്തേലും തിരക്കിലായിരിക്കും. അത് ഞാൻ മോളോട് പറഞ്ഞു. പക്ഷേ എത്ര പറഞ്ഞിട്ടും അവൾക്ക് മനസ്സിലാവുന്നില്ല. കരച്ചിലും ബഹളം ഒക്കെ അവള്. മോൻ അവിടെ ഇല്ലേ? ഇല്ല ആന്റി, ഞാനും കുറെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ കോൾ എടുത്തില്ല. എന്തേലും എമർജൻസി വർക്കിലായിരിക്കും. പൂർണിമ മോൾക്ക് ഒന്നും തോന്നരുത്. അഷിയുടെ വിഷമം കണ്ടിട്ട് സഹിക്കാൻ പറ്റാത്തോണ്ടാ ഞാൻ വിളിച്ചത്. പിള്ളേരുടെ കാര്യല്ലേ. എന്തെങ്കിലും വഴക്കും പിണക്കമായിട്ടാണോ കോൾ എടുക്കാത്തെന്ന് അറിയില്ലല്ലോ. അതൊന്നും കുഴപ്പമില്ല. എന്തെങ്കിലും പ്രശ്നം ഉണ്ടോന്ന് അറിയുന്നത് തന്നെയാ നല്ലത്. അത് തിരുത്തേണ്ടത് നമ്മുടെ കടമയാ. ആന്റിയുടെ ടെൻഷൻ എനിക്ക് മനസ്സിലാവും. ആ, അത് മതി. സത്യത്തിൽ മോളോട് സംസാരിച്ചപ്പോഴാ മനസ്സിനൊരാശ്വാസമായത്. എന്താ പിള്ളേർക്കിടയിൽ സംഭവിച്ചതെന്ന് അറിയാത്തതിന്റെ ടെൻഷനിലായിരുന്നു ഞാൻ. അഷിതയോട് വിഷമിക്കരുതെന്ന് പറയണം. പൃഥ്വി വന്നാലുടനെ അഷിതയെ വിളിക്കാൻ പറയാം. ശരി മോളെ. ആ ശരി ശരി, ഓക്കെ ആന്റി. എന്താ പൂർണിമേ, ആരാ വിളിച്ചത്? വസുമതി ആന്റി ആയിരുന്നു വിളിച്ചത്. അഷിത വിളിച്ചിട്ട് പൃഥ്വി ഫോൺ എടുക്കുന്നില്ല എന്ന് പറഞ്ഞ ആ കുട്ടി ഭയങ്കര ടെൻഷനിലാണെന്ന്. പൃഥ്വി എന്താ ഫോൺ എടുക്കാത്തെന്ന് തിരക്കാനാ ആന്റി വിളിച്ചത്. ആഹാ, അത് കൊള്ളാലോ. കല്യാണത്തിന് മുമ്പേ അവരെന്റെ മോനെ ചങ്ങലക്കിടാൻ ശ്രമിക്കുവാണോ? അത് ശരിയാണല്ലോ. ഇപ്പോഴേ പരാതി പറയാൻ വിളിച്ചു തുടങ്ങിയ കല്യാണത്തിന് ശേഷമുള്ള അവസ്ഥ എന്തായിരിക്കും? പരാതി പറയാനൊന്നും അല്ല. ഫോൺ എടുക്കാതെ വരുമ്പോ പൃഥ്വിക്ക് എന്താ സംഭവിച്ചെന്ന് അറിയാതെ ഒരു ടെൻഷൻ ഉണ്ടാവില്ലേ? അതുകൊണ്ട് വിളിച്ചതാവും. എനിക്കങ്ങനെ തോന്നുന്നില്ല. അല്ലെങ്കിൽ തന്നെ എന്തിനാ ഇത്ര ടെൻഷൻ? അവൻ കൊച്ചു കുഞ്ഞൊന്നും അല്ലല്ലോ. ഈ ഭരണം ഇപ്പോഴേ അനുവദിക്കുന്നത് ശരിയില്ലെന്ന് തന്നെയാ എന്റെ അഭിപ്രായം. നിങ്ങൾ രണ്ടുപേരും എന്തിനാ ഇതിനെ നെഗറ്റീവായിട്ട് കാണുന്നേ? ആഹാ, ഇപ്പൊ ഞങ്ങൾക്കായ കുറ്റം. എന്റെ മോന് 100 തിരക്കുകൾ കാണും. അവന്റെ ഭാര്യയായി വരുന്ന പെൺകുട്ടി അത് മനസ്സിലാക്കി കൂടെ നിൽക്കുകയാ വേണ്ടത്. അല്ലാതെ തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ സൗകര്യം കൊടുക്കാതെ അവനെ ഉപദ്രവിക്കുകയല്ല വേണ്ടത്. ഇതിനൊക്കെ എന്ത് മറുപടിയാ ഞാൻ പറയേണ്ടത്? എനിക്കിത് പൃഥ്വിയോടുള്ള കെയർ ആയിട്ട് മാത്രമാ തോന്നിയത്. അത് പൂർണിമ അവരെ ന്യായീകരിക്കാൻ വേണ്ടി പറയുന്നതാ. ആ പെണ്ണ് അവരുടെ അമ്മയോട് ചെന്ന് പരാതി പറഞ്ഞതുകൊണ്ടല്ലേ അവര് നിന്നെ വിളിച്ചത്. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, അവറ്റകളുടെ ഭരണം എന്റെ മോന്റെ നേർക്ക് വേണ്ട. ഈ കല്യാണം കണ്ടെത്തിക്കൊണ്ടുവന്ന പൂർണിമ തന്നെ അത് അവരെ പറഞ്ഞു മനസ്സിലാക്കണം. ഇനി ഇതിന്റെ പേരിൽ ഇവിടെ ഒരു സംസാരം വേണ്ട. എന്താ വേണ്ടെന്ന് എനിക്കറിയാം. എടതി തോറ്റു കൊടുക്കരുത്. ഇത് ഏടത്തിയുടെ മകന്റെ ജീവിതത്തിന്റെ കാര്യ. ഇല്ല നീരജെ, എന്റെ മോനെ ആർക്കും അടിമയായി മാറ്റാൻ ഞാൻ സമ്മതിക്കില്ല. അങ്ങനെ തന്നെ വേണം. നമ്മളെ പോലെയുള്ളവരുടെ തിരക്കുകളെ കുറിച്ച് ഒന്നും അറിയാത്ത ലോക്കൽ ആൾക്കാരാ അവര്. അതിന്റെ കുഴപ്പം ഇതൊക്കെ. അല്ലെങ്കിലും ഈ കാര്യത്തില് പൂർണിമ അഷിതയും വീട്ടുകാരെയല്ലേ സപ്പോർട്ട് ചെയ്യുള്ളൂ. ഈ വിവാഹം നടക്കേണ്ടത് അവളുടെ ആവശ്യമല്ലേ? നീ എന്തായി പറഞ്ഞു വരുന്നത്? എന്റെ ഏടത്തി, ഇതൊക്കെ ആ പൂർണിമയുടെ ബുദ്ധിയാ. ഒന്നുമില്ലാത്ത ഒരിടത്തുനിന്ന് ഒരു പെണ്ണിനെ കൊണ്ടുവന്ന് വൃത്തിയെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചാ ആ പെണ്ണ് ഇവളുടെ ദാസിയായിട്ട് നിന്നോളൂല്ലോ.